എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ് നയനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അത് കഴിഞ്ഞ് ജയൻ്റെ കൂടെ വീട്ടിലോട്ട് വരുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ ആണ് ആദർശ് ഈ കാര്യങ്ങളെല്ലാം ജയനോട് പറയുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ദേവയാനിക്ക് മരുമകളെ സ്നേഹിക്കുന്നു എന്ന കാര്യം നമ്മളോട് തുറന്ന് പറയാൻ ബുദ്ധിമുട്ട് കാണും. കാരണം നയനമോള് കരൾ കൊടുത്തതിന് ശേഷവും ഇതൊന്നും അറിയാതെ അവൾ ഒരുപാട് നയനമോളെ താത്തിക്കെട്ടി സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുമെന്ന് ജയൻ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പം അമ്മ നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മ നമ്മളോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അമ്മ അറിയാതെയെങ്കിലും അതെന്നോട് പറയാനുള്ള ബാധ്യത നയനയ്ക്കുണ്ട്. അവളത് ചെയ്തില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ ആദർശം പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ചോദിക്കുവാണ് എല്ലാവരോടുമായിട്ട്, എല്ലാവരും ഈ ഉപദേശമാണല്ലോ എപ്പോഴും നന്ദുവിനെ. അതുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി നന്ദുവിനെ ശ്വാസം മുട്ടിക്കുവാണോ, അവൾക്ക് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കുമ്പം നയന പറയുവാണ്, ഈ കാര്യത്തിൽ അവൾ ഇത്രയും ശ്വാസം മുട്ടുന്നത് നല്ലതാണ്. കാരണം അവൾ ഇത്രയും കാലം ഫ്രീ ആയിട്ട് നടന്നതാണ്. അനിയുമായിട്ടുള്ള സ്നേഹബന്ധം വന്നതിന് ശേഷമാണ് അവൾ ആകെ ഡൗൺ ആയി പോയത് എന്നൊക്കെ നയന പറയുന്നുണ്ട്. നയന ചെയ്യുന്നതെല്ലാം ശരിയായതുകൊണ്ടും നന്മമരമായതുകൊണ്ടും കുഴപ്പമില്ല. നന്ദുവിനെ കുറ്റം പറയുവാണ്, പോട്ടെ. പിന്നെ എന്തോ ദേവേന പറഞ്ഞതിൻ്റെ പേരിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന നയനയും കാണിക്കുന്നുണ്ട്. മിക്കവാറും ആദർശിന് സംശയമുണ്ടോ എന്തെങ്കിലും ചോദിച്ചു കാണും. അന്നേരത്തെ ടെൻഷൻ ആയിരിക്കും നയനയുടെ മുഖത്ത്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.